നമസ്കാരം. കേന്ദ്ര ബജറ്റ് കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ചിരിക്കുന്നു. കേരളത്തിന് വേണ്ട രീതിയിൽ പരിഗണന ലഭിച്ചിട്ടില്ല എന്ന വിമർശനങ്ങൾ വരുന്നുണ്ട്. എന്നിരിക്കലും ബജറ്റിന്റെ ആകെത്തുക പരിശോധിക്കുമ്പോൾ ലോകരാഷ്ട്രങ്ങൾക്കിടയിൽ ഇന്ത്യയുടെ ഒരു വമ്പൻ കുതിപ്പിനുള്ള തയ്യാറെടുപ്പായി ബജറ്റിനെ കാണാവുന്നതാണ്. പല മേഖലകളിലും വിപ്ലവകരമായ മാറ്റങ്ങൾ കൊണ്ടുവരാൻ ഇന്ത്യ തയ്യാറാവുന്ന സൂചനയാണ് നിർമ്മല സീതാരാമന്റെ പ്രഖ്യാപനങ്ങൾ മുഴുവൻ. കേന്ദ്ര ബജറ്റിനെ നിങ്ങൾ എങ്ങനെ നോക്കിക്കാണുന്നു? അഭിപ്രായങ്ങളും വിമർശനങ്ങളും ഇപ്പോൾ തന്നെ കമന്റായി രേഖപ്പെടുത്തും. നമുക്ക് ബജറ്റിന്റെ മറ്റു കാര്യങ്ങൾ വിശദമായി ചർച്ച ചെയ്യാം. 2026-27 സാമ്പത്തിക വർഷത്തേക്കുള്ള കേന്ദ്ര ബജറ്റ് കേവലം ഒരു വരവ് ചെലവ് കണക്കല്ല, മറിച്ച് വെല്ലുവിളികളെ അവസരങ്ങളാക്കി മാറ്റാനുള്ള ഇന്ത്യയുടെ നിശ്ചയദാർഢ്യത്തിന്റെ പ്രഖ്യാപനമാണ്. ലോകമെമ്പാടും സാമ്പത്തിക അനിശ്ചിതത്വങ്ങൾ നിലനിൽക്കുമ്പോഴും 7.4% എന്ന ശ്രദ്ധേയമായ GDP വളർച്ചയുമായി ഇന്ത്യ മുന്നേറുന്നത് ആഗോള നിക്ഷേപകർക്ക് വലിയൊരു ആശ്വാസമാണ്. അമേരിക്കയുടെ പുതിയ വ്യാപാര നയങ്ങളും 50% താരിഫ് ഉയർത്തലും നമ്മുടെ കയറ്റുമതി മേഖലയ്ക്ക് മുന്നിൽ തടസ്സങ്ങൾ സൃഷ്ടിക്കുന്നുണ്ടെങ്കിലും ആ തിരിച്ചടികളെ മറികടക്കാനുള്ള കൃത്യമായ സാമ്പത്തിക പ്രതിരോധ കോട്ട ധനമന്ത്രി നിർമ്മല സീതാരാമൻ ഈ ബജറ്റിലൂടെ നിർമ്മിച്ചിരിക്കുന്നു. കയറ്റുമതി വിപണിയിലെ സമ്മർദ്ദങ്ങളെ നേരിടാൻ ആഭ്യന്തര വിപണിയെ കൂടുതൽ സജീവമാക്കുക എന്ന തന്ത്രമാണ് ബജറ്റ് മുന്നോട്ട് വയ്ക്കുന്നത്. മേക്ക് ഇൻ ഇന്ത്യയുടെ രണ്ടാം ഘട്ടം കൂടുതൽ ഊർജ്ജസ്വലമാക്കുന്നതിലൂടെ വിദേശ രാജ്യങ്ങളെ ആശ്രയിക്കാതെ തന്നെ ഇന്ത്യയെ ഒരു ആഗോള നിർമ്മാണ ഹബ്ബാക്കി മാറ്റാനാണ് ലക്ഷ്യമിടുന്നത്. അടിസ്ഥാന സൗകര്യ വികസനത്തിന് അനുവദിച്ച റെക്കോർഡ് തുക തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിനൊപ്പം ചരക്ക് നീക്കം എളുപ്പമാക്കുകയും ചെയ്യുന്നു. ഇത് ചെറുകിട ഇടത്തരം വ്യവസായങ്ങൾക്ക് വലിയ കരുത്ത് നൽകും. ട്രംപിന്റെ താരിഫ് നയങ്ങൾ സൃഷ്ടിക്കുന്ന ആഘാതം മറികടക്കാൻ ബദൽ വിപണികൾ കണ്ടെത്താനും തദ്ദേശീയമായ ഉൽപാദനം വർദ്ധിപ്പിക്കാനുമുള്ള കർമ്മ പദ്ധതികൾ ബജറ്റിൽ വ്യക്തമാണ്. വിദേശ വിപണികളിലെ അസ്ഥിരതകൾക്കിടയിലും ഇന്ത്യയുടെ ആഭ്യന്തര ഉപഭോഗം വർദ്ധിപ്പിക്കാനും സാങ്കേതിക വിദ്യയിൽ കൂടുതൽ നിക്ഷേപം നടത്താനും ബജറ്റ് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. ഡിജിറ്റൽ ഇൻഫ്രാസ്ട്രക്ചറിലും ഹരിത ഊർജത്തിലുമുള്ള വലിയ കുതിപ്പ് ഭാവിയിലേക്കുള്ള ഇന്ത്യയുടെ ഒരു കരുതൽ കൂടിയാണ്. ലോകം സാമ്പത്തിക മാന്ദ്യത്തെ ഭയപ്പെടുമ്പോൾ ഭൗമരാഷ്ട്രീയ തന്ത്രങ്ങൾ ആഭ്യന്തര കരുത്തുകൊണ്ട് നേരിടാനൊരുങ്ങുന്ന ഒരു നവഭാരതത്തെയാണ് ഈ ബജറ്റ് വരച്ചു കാട്ടുന്നത്. വെല്ലുവിളികൾ എത്ര വലുതായാലും സാമ്പത്തിക അച്ചുതണ്ടായി ഇന്ത്യ ലോകത്തിന്റെ നെറുകയിലെത്തുമെന്ന ഉറച്ച വിശ്വാസമാണ് ഈ പ്രഖ്യാപനങ്ങൾ നൽകുന്നത്. അടിസ്ഥാന സൗകര്യ വികസനത്തിനായി നീക്കിവെച്ചിരിക്കുന്ന റെക്കോർഡ് തുക രാജ്യത്തിന്റെ ചരക്ക് നീക്കം വേഗത്തിലാക്കാനും അതുവഴി ഉൽപാദന ചെലവ് കുറയ്ക്കാനും സഹായിക്കുന്നു. വിദേശ വിപണികളിലെ തിരിച്ചടികൾ നേരിടാൻ ഇന്ത്യയുടെ വലിയ ആഭ്യന്തര വിപണിയെ സജ്ജമാക്കുക എന്ന തന്ത്രമാണ് ഇവിടെ പ്രയോഗിച്ചിരിക്കുന്നത്. ചെറുകിട ഇടത്തരം വ്യവസായങ്ങൾക്ക് നൽകുന്ന പിന്തുണയിലൂടെ താഴെത്തട്ടിലുള്ള തൊഴിലവസരങ്ങൾ വർദ്ധിപ്പിക്കാനും ഗ്രാമീണ മേഖലയെ സാമ്പത്തികമായി ശാക്തീകരിക്കാനും ഈ ബജറ്റ് ലക്ഷ്യമിടുന്നു. വിദേശ ഇറക്കുമതിയെ ആശ്രയിക്കുന്നത് കുറയ്ക്കുന്നതിലൂടെ ആഗോള വ്യാപാര സമ്മർദ്ദങ്ങളിൽ നിന്ന് ഇന്ത്യയെ ഒരു പരിധിവരെ സംരക്ഷിക്കാൻ ഈ സാമ്പത്തിക പ്രതിരോധ കോട്ടയ്ക്ക് സാധിക്കുന്നു. സാങ്കേതിക വിദ്യയിലും ഹരിത ഊർജത്തിലുമുള്ള നിക്ഷേപം ഭാവിയിലെ ഇന്ത്യയെ ഒരു ഡിജിറ്റൽ ലോകശക്തിയായി മാറ്റാനുള്ള അടിത്തറയാണ്. നിർമ്മിത ബുദ്ധി, സെമി കണ്ടക്ടർ നിർമ്മാണം തുടങ്ങിയ മേഖലകളിലെ പുതിയ പ്രഖ്യാപനങ്ങൾ ഇന്ത്യയെ ലോകത്തിന്റെ നിർമ്മാണ കേന്ദ്രമാക്കി മാറ്റാൻ സഹായിക്കും. വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള താരിഫ് വെല്ലുവിളികൾ ഉണ്ടാകുമ്പോഴും നമ്മുടെ കരുത്തുറ്റ ഡിജിറ്റൽ പേയ്മെന്റ് സംവിധാനങ്ങളും സുസ്ഥിരമായ സാമ്പത്തിക നയങ്ങളും നിക്ഷേപകർക്ക് വലിയ ആശ്വാസം നൽകുന്നു. ലോകം വിതരണ ശൃംഖലയിൽ ഒരു ബദൽ തേടുമ്പോൾ ഏറ്റവും വിശ്വസ്തമായ രാജ്യമായി ഇന്ത്യ മാറുന്ന കാഴ്ചയാണ് നാം കാണുന്നത്. ചുരുക്കത്തിൽ ഈ ബജറ്റ് ഇന്ത്യയെ കേവലം ഒരു അതിജീവന ശക്തിയായിട്ടല്ല, മറിച്ച് ലോകം ഉറ്റുനോക്കുന്ന ഒരു സാമ്പത്തിക അച്ചുതണ്ടായി മാറ്റിയെടുക്കുന്നു. വിദേശ വിപണികളിലെ സമ്മർദ്ദങ്ങളെ അതിജീവിച്ച് ആഭ്യന്തര ശക്തിയിൽ വിശ്വസിച്ച് മുന്നേറുന്ന നവഭാരതത്തിന്റെ വ്യക്തമായ വഴികാട്ടിയാണിത്. ഓരോ ഇന്ത്യക്കാരന്റെയും ജീവിത നിലവാരം ഉയർത്തുന്നതിനൊപ്പം ആഗോള വേദിയിൽ ഇന്ത്യയുടെ അന്തസ് ഉയർത്താനും ഈ സാമ്പത്തിക പദ്ധതികൾക്ക് സാധിക്കുമെന്ന് ഉറപ്പാണ്. 2026-27 ബജറ്റിലെ ഏറ്റവും ശ്രദ്ധേയമായ പ്രഖ്യാപനങ്ങളിലൊന്ന് ആദായ നികുതി ഘടനയിൽ വരുത്തിയ വിപ്ലവകരമായ മാറ്റങ്ങളാണ്. ഇടത്തരക്കാരുടെ കൈകളിൽ കൂടുതൽ പണം എത്തിക്കുന്നതിലൂടെ ആഭ്യന്തര വിപണിയിൽ ആവശ്യകത വർദ്ധിപ്പിക്കുക എന്ന തന്ത്രപരമായ നീക്കമാണ് ഇതിന് പിന്നിലുള്ളത്. പുതിയ നികുതി വ്യവസ്ഥയിൽ ഇളവ് പരിധി വർദ്ധിപ്പിച്ചതും നികുതി സ്ലാബുകൾ പുനഃക്രമീകരിച്ചതും കോടിക്കണക്കിന് ശമ്പളക്കാർക്ക് വലിയ ആശ്വാസമായി മാറുന്നു. ഇത് കുടുംബങ്ങളുടെ ചെലവാക്കൽ ശേഷി വർദ്ധിപ്പിക്കുകയും അതുവഴി രാജ്യത്തെ ഉൽപാദന സേവന മേഖലകൾക്ക് പുതിയ ഉണർവ് നൽകുകയും ചെയ്യും. തൊഴിലില്ലായ്മ പരിഹരിക്കുന്നതിനായി എംപ്ലോയ്മെന്റ് ലിങ്ക്ഡ് ഇൻസെന്റീവ് എന്ന പുതിയ പദ്ധതിക്ക് ബജറ്റ് തുടക്കം കുറിച്ചിട്ടുണ്ട്. ഇതനുസരിച്ച് പുതുതായി ഉദ്യോഗാർത്ഥികളെ നിയമിക്കുന്ന കമ്പനികൾക്ക് സർക്കാർ പ്രത്യേക സാമ്പത്തിക സഹായം നൽകും. പ്രത്യേകിച്ച് നിർമ്മാണ മേഖലയിലും IT മേഖലയിലും ലക്ഷക്കണക്കിന് പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാൻ ഇത് കാരണമാകും. യുവജനങ്ങൾക്ക് നൈപുണ്യ വികസനത്തിനായി വൻ തുക നീക്കിവെച്ചത് വഴി മാറുന്ന സാങ്കേതിക വിദ്യകൾക്കനുസരിച്ച് തൊഴിൽ നേടാൻ നമ്മുടെ തലമുറയെ പ്രാപ്തരാക്കുന്നു.
കാർഷിക മേഖലയിൽ ഡിജിറ്റൽ അഗ്രി സ്റ്റാക്ക് നടപ്പിലാക്കുന്നത് കർഷകർക്ക് വിപണിയും സാങ്കേതിക വിദ്യയും നേരിട്ട് ലഭ്യമാക്കാൻ സഹായിക്കും. വിള ഇൻഷുറൻസ് പരിരക്ഷ വർദ്ധിപ്പിച്ചതും കാർഷിക വായ്പകൾക്ക് കൂടുതൽ തുക അനുവദിച്ചതും ഗ്രാമീണ സമ്പദ് വ്യവസ്ഥയെ കൂടുതൽ സുരക്ഷിതമാക്കുന്നു. അടിസ്ഥാന സൗകര്യ വികസനത്തിന് കീഴിൽ വരുന്ന റെയിൽവേയിലെ സുരക്ഷാ സംവിധാനങ്ങൾക്കായുള്ള കവച് പദ്ധതിയുടെ വ്യാപനവും പുതിയ വന്ദേ ഭാരത് ട്രെയിനുകളുടെ പ്രഖ്യാപനവും സാധാരണക്കാരന്റെ യാത്ര കൂടുതൽ സുരക്ഷിതവും വേഗതയുമുള്ളതാക്കും. ചെറുകിട വ്യവസായങ്ങൾക്ക് ഈടുരഹിത വായ്പകൾ നൽകാനുള്ള പദ്ധതികൾ വിപുലീകരിച്ചത് ഇന്ത്യയിലെ സംരംഭകത്വത്തിന് വലിയ കരുത്ത് നൽകുന്നു. ആഗോള വിപണിയിൽ അമേരിക്കൻ താരിഫുകൾ ഉയർത്തുമ്പോൾ നമ്മുടെ ചെറുകിട വ്യവസായികൾക്ക് കുറഞ്ഞ പലിശയിൽ മൂലധനം ലഭ്യമാക്കുന്നത് അവരെ തളരാതെ മുന്നോട്ട് നയിക്കാൻ സഹായിക്കും. ഈ പദ്ധതികളെല്ലാം ചേർന്ന് സാധാരണക്കാരന്റെ ജീവിത നിലവാരം ഉയർത്തുന്നതിനൊപ്പം ഇന്ത്യയെ ലോകത്തെ മൂന്നാമത്തെ വലിയ സമ്പദ് വ്യവസ്ഥയാക്കി മാറ്റാനുള്ള അടിത്തറ പാകുകയും ചെയ്യും. ഏതൊരു ബജറ്റിനെയും പോലെ 26-27 സാമ്പത്തിക വർഷത്തെ പ്രഖ്യാപനങ്ങളും വലിയ പ്രതീക്ഷകൾ നൽകുമ്പോൾ തന്നെ ചില ആശങ്കകളും വെല്ലുവിളികളും ഉയർത്തുന്നുണ്ട്. ഈ ബജറ്റിന്റെ പ്രധാന പാളിച്ചകളായി സാമ്പത്തിക വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്ന ചില കാര്യങ്ങൾ നമുക്കൊന്ന് പരിശോധിക്കാം. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഏർപ്പെടുത്തിയ 50% താരിഫ് കയറ്റുമതി മേഖലയ്ക്ക് ഏൽപ്പിക്കുന്ന ആഘാതം മറികടക്കാൻ ബജറ്റിൽ പ്രഖ്യാപിച്ച പദ്ധതികൾ എത്രത്തോളം പ്രായോഗികമാണെന്നത് വലിയൊരു ചോദ്യചിഹ്നമാണ്. കയറ്റുമതി കുറയുമ്പോൾ ഉണ്ടാകുന്ന വിദേശ നാണ്യനഷ്ടം നികത്താൻ ആഭ്യന്തര വിപണിക്ക് മാത്രം സാധിക്കുമോ എന്ന ആശങ്ക നിലനിൽക്കുന്നു. IT, തുണിത്തരങ്ങൾ തുടങ്ങിയ പ്രധാന കയറ്റുമതി മേഖലകളിൽ ഇത് വലിയ തൊഴിൽ നഷ്ടത്തിന് കാരണമായേക്കാം. ഇത്തരം വെല്ലുവിളികളെ നേരിടാൻ നേരിട്ടുള്ള സബ്സിഡികളോ നികുതി ഇളവുകളോ കയറ്റുമതിക്കാർക്ക് കൂടുതൽ ലഭ്യമാക്കേണ്ടതായിരുന്നു എന്ന വിമർശനം ശക്തമാണ്. GDP വളർച്ച 7.4% എന്ന് അവകാശപ്പെടുമ്പോഴും രാജ്യത്തെ പണപ്പെരുപ്പം സാധാരണക്കാരന്റെ കുടുംബ ബജറ്റിനെ കാര്യമായി ബാധിക്കുന്നുണ്ട്. നിത്യോപയോഗ സാധനങ്ങളുടെയും ഇന്ധനത്തിന്റെയും വിലക്കയറ്റം നിയന്ത്രിക്കാൻ ബജറ്റിൽ ശക്തമായ നടപടികൾ കുറവാണെന്നത് കാണാം. ആദായ നികുതിയിൽ വരുത്തിയ ഇളവുകൾ ഒരു വിഭാഗത്തിന് ആശ്വാസമാണെങ്കിലും വർദ്ധിച്ചു വരുന്ന ജീവിത ചെലവ് ഈ ആശ്വാസത്തെ ഇല്ലാതാക്കുന്നു. കൂടാതെ അടിസ്ഥാന സൗകര്യ വികസനത്തിന് റെക്കോർഡ് തുക നീക്കിവെക്കുമ്പോൾ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി പോലുള്ള സാമൂഹിക ക്ഷേമ പദ്ധതികൾക്കുള്ള വിഹിതം കുറയുന്നത് ഗ്രാമീണ മേഖലയിലെ സാധാരണക്കാരെ പ്രതികൂലമായി ബാധിക്കാൻ സാധ്യതയുണ്ട്. അടിസ്ഥാന സൗകര്യ വികസനത്തിനായി വൻതോതിൽ കടമെടുക്കുന്നത് ധനക്കമ്മി വർദ്ധിപ്പിക്കാൻ ഇടയാക്കും. ഇത് ദീർഘകാലാടിസ്ഥാനത്തിൽ സമ്പദ് വ്യവസ്ഥയ്ക്ക് ഭാരമായേക്കാം. സ്വകാര്യ മേഖലയിൽ നിന്നുള്ള നിക്ഷേപം ഇപ്പോഴും പ്രതീക്ഷിച്ച അത്രയും വർദ്ധിക്കാത്തതും ഒരു തിരിച്ചടിയാണ്. നിർമ്മാണ മേഖലയിൽ വലിയ പ്രഖ്യാപനങ്ങൾ ഉണ്ടെങ്കിലും ഭൂമി ഏറ്റെടുക്കൽ ഉൾപ്പെടെയുള്ള സാങ്കേതിക തടസ്സങ്ങൾ പദ്ധതികൾ വൈകാൻ കാരണമായേക്കാം. സാങ്കേതിക വിദ്യയിലും AI-യിലും നൽകുന്ന അമിത ഊർജം സാധാരണക്കാരായ അവിദഗ്ധ തൊഴിലാളികളുടെ തൊഴിൽ സാധ്യതകളെ ഇല്ലാതാക്കുമോ എന്ന പേടിയും നിലനിൽക്കുന്നുണ്ട്. വളർച്ചയുടെ തിളക്കത്തിനിടയിലും സാധാരണക്കാരന്റെ നിത്യജീവിതത്തിലെ പ്രതിസന്ധികളും ആഗോള വ്യാപാര യുദ്ധം സൃഷ്ടിക്കുന്ന അനിശ്ചിതത്വങ്ങളും വേണ്ടത്ര ഗൗരവത്തോടെ പരിഹരിക്കാൻ ഈ ബജറ്റിന് കഴിഞ്ഞിട്ടുണ്ടോ എന്നത് തർക്ക വിഷയമാണ്. ആഭ്യന്തര കരുത്ത് വർദ്ധിപ്പിക്കാനുള്ള ശ്രമങ്ങൾ വിജയിച്ചില്ലെങ്കിൽ അന്താരാഷ്ട്ര വിപണിയിലെ തിരിച്ചടികൾ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയെ വലിയ സമ്മർദ്ദത്തിലാക്കിയേക്കാം. സ്ഥിരതയുള്ളതും വികസനത്തിന് ഊന്നൽ നൽകുന്നതുമായ ബജറ്റ് എന്ന് മൊത്തത്തിൽ അഭിപ്രായമുണ്ടെങ്കിലും സാധാരണക്കാരന്റെ ദൈനംദിന ചെലവുകളെ ബജറ്റ് എത്രത്തോളം ലഘൂകരിക്കും എന്ന കാര്യത്തിൽ ഭിന്നാഭിപ്രായമുണ്ട്. എന്തു തന്നെ ആയിരുന്നാലും നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യും. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി.